പ്രൈസ് ദി ലോർഡ്. AGM ഫോർ ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ഒരു എപ്പിസോഡുമായി നിങ്ങളുടെ മധ്യയായിരിക്കുന്നതിൽ വളരെ സന്തോഷം. നാം ചിന്തിച്ചു വരുന്ന നമ്മുടെ പ്രമേയം ദ മിഷൻ ഓഫ് ഗാഡ് അഥവാ മിഷിയോ ഡൈ എന്നുള്ളതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് ദ മിഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന സബ്ജക്റ്റായിരുന്നു. ദ മിഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന സബ്ജക്റ്റാണ് ഇന്ന് നാം വീണ്ടും ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധ ആത്മാവിൻ്റെ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് വീണ്ടും ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിലൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം നാം കാണുന്നത്. പരിശുദ്ധാത്മാവിനെ വിവിധ പേരുകളാൽ നാം അറിയപ്പെടുകയാണ്. സത്യത്തിൻ്റെ ആത്മാവ്, കാര്യസ്ഥൻ, ഉപദേശകൻ, ആലോചനക്കാരൻ, കൺട്രോളർ, ആശ്വാസപ്രദൻ എന്നിങ്ങനെ വിവിധ പേരിനാൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലൂടെ കാണുവാൻ കഴിയുന്നു. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോടുള്ള വാഗ്ദത്തം യോഹന്നാന്റെ സുവിശേഷം 14-16 അധ്യായങ്ങളൊക്കെ നാം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവിനെ വളരെ വ്യക്തമായി കർത്താവായ യേശുക്രിസ്തു പ്രതിപാദിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവ് പറയുന്നു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിക്കുവാൻ കഴിയുകയില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 16-17 വാക്യമാണ് ഞാൻ ഉദ്ധരിച്ചത്. 14 അധ്യായം 25 വാക്യത്തിൽ വീണ്ടും നാം കാണുന്നു, പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. വീണ്ടും 16 അധ്യായത്തിൽ കർത്താവ് പറയുന്നു 7 വാക്യത്തിൽ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. ഇങ്ങനെ പല സമയങ്ങളിലും കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷയുടെ അവസാന ഭാഗങ്ങളിൽ ശിഷ്യന്മാരോട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുവാൻ കഴിയും. കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ അന്വേഷിക്കും, കാണുകയില്ല. പിന്നെയും ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നു പോവുകയാണ്. ഞാൻ പോയാൽ കാര്യസ്ഥനായ മറ്റൊരുവനെ, സത്യത്തിൻ്റെ ആത്മാവിനെ പിതാവിനോട് ചോദിച്ചു വാങ്ങി നിങ്ങൾക്ക് അയച്ചു തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 1 അധ്യായം 4 വാക്യത്തിൽ വീണ്ടും കർത്താവ് ഇങ്ങനെ ശിഷ്യന്മാരോട് പറയുകയാണ്, അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. യെരൂശലേം നിങ്ങൾ വിട്ടുപോകരുത്. 8 വാക്യത്തിൽ കാണുന്നല്ലോ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. പ്രൈസ് ദി ലോർഡ്. കുറെ കഴിയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് മാറ്റപ്പെടുമ്പോൾ ഈ ഭൂമിയിൽ ശിഷ്യന്മാരോടുകൂടെ അല്ലെങ്കിൽ ദൈവസഭയോടുകൂടെ ദൈവമക്കളോടുകൂടെ ഇരിക്കുവാൻ പരിശുദ്ധാത്മാവ് ഏറ്റവും അനിവാര്യമാണ്, അത്യാവശ്യമാണ് എന്ന് കർത്താവായ യേശുക്രിസ്തു മനസ്സിലാക്കി. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വാഗ്ദത്തം 2 അധ്യായത്തിൽ നിവർത്തീകരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു എന്ന് നാം ബൈബിളിൽ കാണുന്നു. അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പെന്തക്കോസ്ത് പെരുന്നാൾ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഏകദേശം 120 പേര് അടങ്ങിയ ഒരു സംഘം ആ മർക്കോസിന്റെ മാളികയിൽ ഇവർ കൂടിയിരിക്കുകയാണ്. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു.
അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആമേൻ. വളരെ വ്യക്തമായി അവിടെ കാണുകയാണ് പരിശുദ്ധാത്മാവിന്റെ ഭൂമിയിലേക്കുള്ള വരവ്. തന്റെ ശിഷ്യന്മാർ കൂടിയിരുന്ന സ്ഥലത്ത്, യേശുവിന്റെ ശിഷ്യന്മാർ കൂടിയിരുന്ന ഏകദേശം 120 പേർ ഒരുമിച്ച് കൂടിയിരുന്ന അവരുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഇറങ്ങി വരുന്ന അനുഭവം, അവരെ നിറയ്ക്കുന്ന അനുഭവം. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി. അന്യഭാഷകളിൽ അവർ സംസാരിച്ച് തുടങ്ങുവാനായിട്ടിടയാണ്. അന്ന് തുടങ്ങിയ അതേ പരിശുദ്ധാത്മാവ് നിറവും അന്യഭാഷയും കൃപാവരങ്ങളെല്ലാം ഇന്നും സഭയ്ക്ക് വേണ്ടി അത് ആമേൻ കർത്താവ് നൽകിയിരിക്കുകയാണ്. ഇന്നും അത് പ്രാപിക്കുവാൻ, ഇന്നും അംഗീകരിക്കുന്നവർക്ക് അത് ഏറ്റെടുക്കുവാൻ കഴിയുന്ന ഒന്നാണ് ഈ കൃപാവരങ്ങൾ എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇന്നും കർത്താവ് തൻ്റെ ആത്മാവിനാൽ തന്നെ സ്വീകരിക്കുന്ന, തന്നെ ഏറ്റെടുക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി പകരുവാൻ ഇന്നും കർത്താവ് യേശു ക്രിസ്തു ശക്തനാണ്. അവന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ അപ്പോസ്തലന്മാരിലൂടെ ചെയ്യുന്ന പ്രവർത്തികളാണ് അപ്പോസ്തല പ്രവർത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോസ്തല പ്രവർത്തികൾ എന്ന് പേര് കൊടുത്തെങ്കിലും അപ്പോസ്തലന്മാർ തങ്ങളുടെ പ്രവർത്തികൾ, തങ്ങളുടെ ശുശ്രൂഷകൾ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് 11 പേരോടുകൂടി എഴുന്നേറ്റ് നിന്ന് പത്രോസ് പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിലൂടെ ആയിരക്കണക്കിന് ജനങ്ങൾ, ആയിരക്കണക്കിന് വ്യക്തികൾ ആത്മാവിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് യേശുക്രിസ്തുവിനെ അംഗീകരിക്കുകയും അവർ സ്വീകരിക്കുകയും അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ ഏറ്റെടുത്ത് സഭയുടെ അംഗങ്ങളായി മാറുവാനും ഇടയായിത്തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ശിഷ്യന്മാർ എല്ലാവരും തങ്ങളുടെ ശുശ്രൂഷകൾ ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ അനുഭവത്തോടു കൂടെയായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പത്രോസും യോഹന്നാന്റെയും ശക്തമേറിയ ശുശ്രൂഷകൾ. ആമേൻ. 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നല്ലോ. ആമേൻ. പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നു കൊണ്ടുവന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ദിനം പ്രതി എത്തുമാറുണ്ട്. എന്നാൽ അവർ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ യോജിച്ചു. പത്രോസ് യോഹന്നാന്റെ കൂടെ അവനെ ഉറ്റുനോക്കി, ആത്മാവിൽ അവനെ ഉറ്റുനോക്കി. ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങൾക്ക് തരുവാനില്ല, ഞങ്ങൾക്ക് തരുവാൻ ഒന്നുണ്ട്. നസറേയനായ യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ശക്തമേറിയ ശുശ്രൂഷകൾ 3-ാം അധ്യായത്തിൽ പിന്നെയും ശിഷ്യന്മാരിലൂടെ നടക്കുന്ന അനുഭവങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. 4-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ ആമേൻ സഭ സത്യയോടുകൂടെ പ്രാർത്ഥിക്കുന്നു. അവരിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പ്രതികൂലത്തിന്റെ നടുവിൽ ആമേൻ ശക്തമായി സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ അവരിരുന്നിരുന്ന ആ സ്ഥലം കുലുങ്ങിയെന്നും എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിച്ചു. അപ്പൊ ദൈവവചനം പ്രസംഗിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് അനിവാര്യമാണ് എന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. 10-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ കൊർന്നല്യോസിന്റെ അനുഭവത്തിലുണ്ടായ ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും നിറവും അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ആമേൻ. സ്തോത്രം. പത്രോസിനോട് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. 10-ാം അധ്യായം 19
ഈ 20 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, ആത്മാവ് അവനോട്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോട് പോക എന്ന് പറഞ്ഞു. ആത്മാവാണ് പറഞ്ഞത്, പരിശുദ്ധാത്മാവാണ് പറഞ്ഞത്. ആമേൻ. കൊർന്നേല്യോസ് കണ്ട ദർശനം എന്താണെന്ന് അവന് വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ, ആമേൻ, താൻ അയച്ച പുരുഷന്മാർ പത്രോസിനെ തേടി വരുമ്പോൾ ആത്മാവ് പത്രോസിനോട് പറയുകയാണ്, ഞാൻ അവരെ അയച്ചതാണ്, ഒന്നും സംശയിക്കാതെ നീ അവരോടുകൂടെ പോക എന്ന് ആത്മാവ് ആലോചന പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആത്മാവിന്റെ ചില പ്രവൃത്തി, പരിശുദ്ധാത്മാവിന്റെ ചില പ്രവൃത്തി, ആമേൻ, സ്തോത്രം, ആത്മാവ് ആലോചന പറയുന്ന ഒന്നാണ്. എങ്ങനെ പോകണം, എങ്ങനെ മുന്നോട്ട് പോകണം, തെറ്റെന്താണ്, ശരിയെന്താണ്, ആ നല്ല വഴി ഏതാണ്, ആകാത്ത വഴി ഏതാണ്, ഇതൊക്കെ ആമേൻ ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലിനെ സംബന്ധിച്ചോളം ആലോചന പറയുന്നത് പരിശുദ്ധാത്മാവാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം 2-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, ഒരു വലിയ ഉപവാസത്തിന്റെ ആരംഭം, വലിയൊരു പ്രാർത്ഥനയുടെ ആരംഭം കുറിക്കുകയാണ് അന്ത്യോക്യ സഭ. സഭയുടെ ആരംഭവും സഭയുടെ അടിസ്ഥാനവും യെരുശലേമിലായിരുന്നുവെങ്കിൽ സഭയ്ക്ക് ഒരു ഉണർവുണ്ടായത് അന്ത്യോക്യയിലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അന്ത്യോക്യയിൽ കൂടിയിരുന്ന പ്രിയപ്പെട്ടവർ, ആമേൻ, ബർന്നബാസ്, ഷീമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും കൂടിയിരുന്ന അന്ത്യോക്യ സഭയിൽ അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. കണ്ടോ, പരിശുദ്ധാത്മാവ് വേർതിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ശൗലിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ആലോചന പറയും. ആമേൻ. നിന്റെ വഴി, നിന്റെ ജീവിതം, സമസ്ത മേഖലകളിലും ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചനയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അടുത്ത 4-ാം വാക്യം വായിക്കുന്നു, പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയയിലേക്ക് ചെന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആര് പറഞ്ഞയച്ചു? പരിശുദ്ധാത്മാവ് പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവ് അയക്കുന്നു. പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. 2, പരിശുദ്ധാത്മാവ് വേർതിരിക്കുന്നു, ദൈവവേലയ്ക്കായിട്ട് വേർതിരിക്കുന്നു. 3, ആമേൻ, പരിശുദ്ധാത്മാവ് അയക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അയക്കുന്നതും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലാണ്. ആത്മാവ് ആലോചന പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തി 16-6 കാണുന്നു, അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ റുഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ച് മൂസയിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് വിലക്കുന്നു, പരിശുദ്ധാത്മാവ് സമ്മതിക്കുന്നില്ല. ചില വിഷയങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയും, അരുത്, അവിടെ പോകരുത്, അതുമായി ബന്ധപ്പെടരുത്, ആമേൻ, അവിടെ പ്രസംഗിക്കരുത്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ആലോചന, ആമേൻ, സ്തോത്രം, വിലക്കുകളുണ്ട്. ചില വിഷയങ്ങൾ, പല വിഷയങ്ങളിലും ദൈവം നമുക്ക് ആലോചന പറയും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ പിന്നീട് അത് നമ്മുടെ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുവാൻ വേണ്ടിയാണ്. ദൈവം തിന്മയ്ക്കായിട്ടൊന്നും ചെയ്യുകയില്ല. എന്ത് സംഭവിച്ചാലും ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അത് നന്മയ്ക്കായി കൂടി മാത്രം വ്യാപരിക്കുന്നു. അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. 2-ാം മിഷണറി യാത്രയിൽ പൗലോസ് വീണ്ടും ആസ്യയിലെത്തി. 1-ാം മിഷണറി യാത്ര കഴിഞ്ഞ് ആമേൻ വീണ്ടും 1-ാം മിഷണറി യാത്രയിൽ അല്ലെങ്കിൽ മിഷണറി യാത്രയിൽ സ്ഥാപിച്ച സഭകളെയും സഹോദരന്മാരെയും കാണുവാൻ, അവരെങ്ങനെ ഇരിക്കുന്നു നോക്കുവാൻ അവർ 2-ാം മിഷണറി യാത്രയിലേക്ക് പുറപ്പെടുമ്പോൾ വീണ്ടും അവർ ആസ്യയിലെത്തുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇവിടെ പ്രസംഗിക്കണ്ട, ഇവിടെ നീ പ്രസംഗിക്കണ്ട. ആമേൻ. അപ്പൊ മാനുഷികമായ ചില ചിന്തകളോടുകൂടി ആയിരിക്കും ഒരു പക്ഷേ പലപ്പോഴും നമ്മൾ പോകും. അത് ദൈവത്തിന് ഹിതമാണോ എന്ന് കൂടെ നമ്മൾ പരിശോധിക്കണം. ദൈവാത്മാവ് വിലക്കുന്നു. ആമേൻ. പിന്നെന്താണ്? പൗലോസിന് വളരെ കൺഫ്യൂഷൻ ഉണ്ടായി. ഇനി എന്ത് ചെയ്യും? ആസ്യയിൽ വചനം പ്രസംഗിക്കണ്ട,
മൂസയിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവ് അവർ സമ്മതിച്ചില്ല. അപ്പോൾ ആസയിൽ വചനം പ്രസംഗിക്കരുത്, ബിഥുന്യയ്ക്ക് പോകാൻ അവർ ഒരുങ്ങി. അവിടെയും പരിശുദ്ധാത്മാവ് വിലക്കുകയാണ്. എന്നാൽ അവർ മൂസിയെ കടന്ന് ത്രോവാസിലെത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ ഒരു ദർശനം കാണുകയാണ്. എന്നാൽ ആ ദർശനം എന്താണെന്ന് നമുക്കറിയുവാൻ കഴിയുന്നു. മക്കോദോനിക്കാരനായ ഒരു പുരുഷൻ നിന്നുകൊണ്ട് വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് മടി വിളിക്കുന്ന ഒരു വലിയൊരു ശബ്ദം. അതെവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, യൂറോപ്പിലാണ്. ആസയിൽ വചനം പ്രസംഗിക്കേണ്ട എന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയെങ്കിൽ അടുത്ത യാത്ര, അടുത്ത സ്ഥലം നമുക്ക് ഒരുക്കി തരുവാൻ ആത്മാവിന് കഴിയും. അങ്ങനെയാണ് രണ്ടാം മിഷന്റെ യാത്ര. അവർ യൂറോപ്പിലേക്കുള്ള യാത്രയാണെന്ന് മനസ്സിലാക്കി, ആ കോളിംഗ് മനസ്സിലാക്കി അവർ യാത്ര ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇത് പറയുവാനാണ് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? വിലക്കുന്നു. ചില വിഷയങ്ങളിൽ ചില വിലക്കുകൾ ഉണ്ടാകുമ്പോൾ, ചില തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ഭാരപ്പെടുവാനല്ല, പിന്നീട് അത് വലിയ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുവാനായിട്ടിടയായി. ഇനി 20-ാം അധ്യായം 28-ാം വാക്യം, അപ്പോസ്തലപ്രവൃത്തി അധ്യക്ഷരാക്കി വെച്ചിരിക്കുന്ന, ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുവാൻ അധ്യക്ഷരാക്കി വെച്ചിരിക്കുന്ന എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. അപ്പൊ നമ്മെ ഒരു സ്ഥാനത്താക്കുന്നത്, ഒരു അപ്പോയിന്റ് തരുന്നത്, നമ്മളെ അപ്പോയിന്റ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണെന്ന് അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അധ്യക്ഷരാക്കി വെച്ചിരിക്കുന്നു. എന്തിനാ? ആടുകളെ മുഴുവനും, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളെ മുഴുവനും സൂക്ഷിക്കുവാൻ വേണ്ടി. അപ്പോൾ പരിശുദ്ധാത്മാവ് നല്ല ആലോചനക്കാരനാണ്, കംഫോർട്ടറാണ്. പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനാണ്. അവൻ നൽകുന്ന ആലോചന സ്ഥിരമായതാണ്, ശാശ്വതമായതാണ്. നിശ്ചയമായും ആ ആത്മാവിനെ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമുക്കിപ്പോൾ ചെയ്യുമാറാകട്ടെ. ഇനി ഈ പരിശുദ്ധാത്മാവിനോട് നമ്മൾ 3 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, വ്യാജം കാണിക്കരുത്. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം പഠിക്കുമ്പോൾ അനന്യാസും സഫീറയെ കുറിച്ച് നമ്മൾ കാണുന്നു. അവരെടുത്ത തീരുമാനം, അവരുടെ നിലങ്ങൾ വിറ്റ് ദൈവവേലയ്ക്ക് അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കാം എന്നവർ ചിന്തിച്ചാണ് വന്നത്. പക്ഷെ അതിൽ കുറെ എടുത്തവർ മാറ്റി. അവരുടെ തീരുമാനം എങ്ങനെയല്ലായിരുന്നു, അവർ വിറ്റത് മുഴുവനും കൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇടയ്ക്ക് തീരുമാനം മാറ്റിയപ്പോൾ അത് വ്യാജമായി. അത് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പ്രാണനെ വിട്ടു, ക്രിമിക്കിരയായി അവർ പ്രാണനെ വിട്ടു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. 2 പേരും, അനന്യാസും സഫീറയും, ഭാര്യയും ഭർത്താവും, 2 പേരും വ്യാജം കാണിച്ചു. ആരോടാണ്? പരിശുദ്ധാത്മാവിനോട്. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്. 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അപ്പോസ്തലപ്രവൃത്തി 5:9 വായിക്കുന്നു, പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കരുത്. പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കരുത്. അടുത്തത് എഫെസ്യ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ഒരിക്കലും നാം ദുഃഖിപ്പിക്കരുത്. നമ്മെ നിറയ്ക്കുക, നമുക്ക് ആലോചന പറയുവാൻ, നമ്മോട് കൂടെ ഇരിപ്പാൻ, നമ്മെ അയക്കുന്ന, നമ്മെ വേർതിരിക്കുന്ന, നമ്മെ വിളിച്ചിരിക്കുന്ന ആ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, തത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവിന്റെ ആലോചന വിട്ട് ഒരിക്കലും നമുക്ക് പോകുവാൻ കഴിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഭൂമിയിൽ ദൈവസഭയെയും ദൈവമക്കളെയും വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവവേദനയും സൂക്ഷിക്കുന്നത്, നടത്തുന്നത്, നടത്തിപ്പുകാരനായി പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ദൗത്യം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ മിഷൻ എന്നുള്ളത് സഭയെ ഒരുക്കിയെടുക്കുക. കാന്തനായ മണവാളനായ യേശുക്രിസ്തു താമസമിന തന്റെ മണവാട്ടിയായ തന്റെ കാന്തയെ ചേർപ്പാൻ വേഗത്തിൽ വരുമ്പോൾ കളങ്കമില്ലാത്ത ശുദ്ധയും ശുഭ്രവുമായ കറ, ചുളുക്കം, പാട്ടം മുതലായ ഒന്നുമില്ലാതെ വിശുദ്ധിക്ക് വേണ്ടി വിശുദ്ധിയോടെ ഒരുക്കിയെടുക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദൗത്യമാണ്, മിഷൻ പ്രവർത്തനമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആകയാൽ
പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ആമേൻ, പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. അടുത്ത എപ്പിസോഡുമായി വീണ്ടും നമുക്ക് കാണാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.